നമ്മളെ ഏറ്റവും സ്നേഹത്തോടെ രക്ഷയുടെ വാഗ്ദാനത്തിലേക്ക് വെൽക്കം ചെയ്യുന്ന വചനഭാഗം തന്നെയാണ് സങ്കീർത്തനം 91. നമുക്ക് നമ്മുടെ പ്രതീക്ഷയേക്കാൾ ദൈവത്തിന് വലിയ പ്രതീക്ഷയോടുകൂടെ നൽകാൻ ഒത്തിരി വാഗ്ദാനങ്ങള് ദൈവത്തിന്റെ കൈകളിലുണ്ട്. പക്ഷെ നമ്മളത് സ്വീകരിക്കണമെങ്കിൽ നമ്മളെ വിശ്വസിച്ച് സ്വീകരിക്കണം. ഇനിയിപ്പോ നമ്മളോട് ദൈവം എന്തെല്ലാം വാഗ്ദാനം പറഞ്ഞാലും, ചെറിയ വാഗ്ദാനമായാലും വലിയ വാഗ്ദാനമായാലും, അതിന്റെ ശക്തിയിലും അതിന്റെ കൃപയിലും നമ്മൾക്കത് സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? നമ്മളത് വിശ്വസിക്കണം. കേൾക്കാമോ? കേൾക്കാം. വിശ്വസിച്ച് സ്വീകരിക്കാത്തിടത്തോളം കാലം നമുക്ക് ഒരു കാര്യവും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഈശോ പഴയ നിയമത്തിൽ കുറേ ഭാഗങ്ങളിൽ പറയുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ അറിയും നിങ്ങളെ നയിക്കുന്ന ദൈവമായ കർത്താവ് ആരാണെന്ന്. അപ്പോൾ നിങ്ങൾ അറിയും. എസെക്കിയേൽ പ്രവാചകന്റെ, യെശയ്യാ പ്രവാചകൻ, ജെറമിയ പ്രവാചകൻ, ബാറൂക്ക്, നെഹമ്യ, അങ്ങനെ എല്ലാ പ്രവാചകരുടെ പുസ്തകത്തില് തുടർന്നു കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അപ്പോൾ നിങ്ങൾ അറിയും. എപ്പോൾ നമ്മുടെ ഹൃദയങ്ങള് ദൈവത്തിന്റെ കൃപയാൽ തുറക്കപ്പെടുന്ന ഒരു സമയമുണ്ട്. ദൈവത്തിന്റെ മഹത്വത്തിന്റെ വാഗ്ദാനം നമ്മളിൽ നിറവേറ്റപ്പെടുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ വിശ്വസിച്ചേ മതിയാവും. അല്ലേ? ഭൂമിയിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റിയില്ലെങ്കിലും മരണം കൊണ്ട് നമ്മൾ വിശ്വസിക്കണം. വേണ്ടേ? കേൾക്കാമോ? റെസ്പോണ്ട് കിട്ടുന്നില്ല എനിക്ക്. അതായത് നമ്മൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ മരണം കൊണ്ട് തീർച്ചയായും ഈ വിശ്വസിക്കാത്ത കാര്യങ്ങളെല്ലാം വിശ്വസിച്ചേ മതിയാകും. അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ അത് മനസ്സിലാവും. അന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ട്, അന്ന് എന്നോട് ഈശോ പറഞ്ഞത് കൊണ്ട്, അത് ഞാൻ സ്വീകരിക്കാഞ്ഞതുകൊണ്ട് അവർക്ക് ഒന്നേരം ഓർത്ത് നമ്മൾ ഭയങ്കരമായ ഹൃദയവേദനയായിരിക്കും. കാരണം ദൈവമാണ് പറയുന്നത് എന്ന് നമ്മൾ അന്നേരം വിശ്വസിച്ചില്ല. വിശ്വസിക്കാഞ്ഞുകൊണ്ട് എന്ത് പറ്റി? നമുക്ക് അതിന്റെ ഫലം സ്വീകരിക്കുവാൻ സാധിച്ചില്ല. ഇപ്പോ ദൈവം വലിയൊരു വാഗ്ദാനം, നീ വലിയൊരു ജനതയായി മാറുമെന്ന് അബ്രഹത്തിന് കൊടുത്ത വാഗ്ദാനം ഇന്ന് വരെ നമ്മൾക്കും കൂടി ഉള്ളതായിരുന്നു. അല്ലേ? പരിശുദ്ധ അമ്മയും നമ്മൾ ഓരോരുത്തരും അതിന്റെ ഉള്ളില് പെട്ട ഓരോ വ്യക്തിത്വങ്ങളാണ്. ഇത് നമ്മൾ വിശ്വസിക്കുന്നത് വഴിയാണ് നമുക്കത് എത്രത്തോളം നമ്മൾ ഈ ഭൂമിയിൽ വെച്ച് വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുകൾ കൊണ്ട് അത് നമുക്ക് കണ്ടിട്ട് മരിക്കാനേ ദൈവം അനുവദിക്കുള്ളൂ. കാണാതെ മരിക്കുന്നതിൽ ദൈവത്തിന് മഹത്വം കിട്ടില്ലല്ലോ. അല്ലേ? ദൈവം ഈ ഭൂമിയിൽ വെച്ച് നമ്മൾ അനുഭവിക്കേണ്ട അനുഗ്രഹങ്ങളെല്ലാം അനുഭവിച്ചാൽ മാത്രമേ ദൈവത്തിന് യഥാർത്ഥത്തില് ദൈവിക മഹത്വത്തിന്റെ വലിപ്പം നമുക്ക് മനസ്സിലാക്കാനും അത് ദൈവത്തെ ആരാധിക്കാനും, പിന്നെ മരിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ മുമ്പിൽ ഇത്രമാത്രം അതിന് റെസ്പോൺസ് ഇല്ലാണ്ട് ജീവിച്ചത് കൊണ്ട് നമുക്ക് നേരെ സ്വർഗത്തിലൂടൊന്നും പോകാനുള്ള അവസരമൊന്നുമില്ല. ശരിക്കും ശുദ്ധീകരണ സ്ഥലത്തില് ആത്മാക്കൾക്ക് എന്തെന്നാ സാധിക്കാത്തതിന്റെ ഒരു വലിയൊരു വേദന. പ്രാർത്ഥന ചെയ്യാൻ പറ്റില്ല അവർക്ക്. അല്ലേ? പ്രാർത്ഥിക്കാൻ പറ്റുമോ? അവർക്ക് സ്വന്തമായിട്ട് ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവര് എന്ത് ചെയ്യും? അവര് വേദനയാണ്. അതൊക്കെ എല്ലാ കാര്യങ്ങളും ഓർത്ത് വേദന ഉരുകാണ്. മെഴുകുരുകുന്ന പോലെ ഒരു മഹാപർവ്വതം ഉരുകുന്നത് പോലെ ഓരോ ആത്മാവും ഉരുകുകയാണ്. കാരണം ചെയ്തു പോയ കാര്യങ്ങൾ, ചെയ്യാതെ പോയ കാര്യങ്ങൾ, ചെയ്യാൻ ഉണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം വീഴ്ച വന്നത് മൂലം ഏറ്റവും ലഘുപാപങ്ങൾക്ക് പോലും അവിടെ പ്യൂരിഫിക്കേഷൻ ഉണ്ട്. അപ്പോ ഈ വാഗ്ദാനങ്ങളെല്ലാം ദൈവം പറയുന്ന വാഗ്ദാനത്തിന്റെ ജീവിതത്തിൽ അത് നടത്തിത്തരുമെന്ന് പറയുന്ന വാഗ്ദാനങ്ങളെല്ലാം ഞാനത് വിശ്വസിക്കുന്നിടത്തോളം കാലം ദൈവം വെയിറ്റ് ചെയ്യും. എവിടം വരെ വെയിറ്റ് ചെയ്യും ദൈവം നമ്മളെ? മരണം വരെ നമ്മളെ വെയിറ്റ് ചെയ്യും. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ വെയിറ്റിംഗ് ടൈം കഴിഞ്ഞു. ആ സമയം കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ഭൂമിയിലെ ദൈവം നൽകുന്ന വാഗ്ദാനങ്ങളെല്ലാം സ്വീകരിക്കുവാനായിട്ട് നമുക്ക് എന്ത് വേണം? വിശ്വാസം വേണം. വിശ്വാസ തുറവിയുള്ള ഒരു ഹൃദയം വേണം. ഇത് നമുക്ക് ഒരാളുടെ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റില്ല. എങ്ങനെ പറ്റുള്ളൂ? നമ്മള് സ്വന്തമായിട്ട് അധ്വാനിക്കണം. അല്ലേ? നമ്മൾ സ്വന്തമായിട്ട് തന്നെ അത് അധ്വാനിക്കണം. ഇപ്പൊ വീട്ടില് എന്നെ സ്നേഹിക്കുന്നവര്, എന്നെ വെറുക്കുന്നവര്, എന്നെ സഹായിക്കുന്നവര് കൂടിയൊക്കെ ഈ ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെല്ലാം നിറവേറ്റപ്പെടുന്നു. കഴിഞ്ഞ ദിവസം ഞാനൊരു
വലിയൊരു വിഷമത്തിൽ കൂടി പോവായിരുന്നു. അപ്പൊ ഞാൻ ഈശോയോട് ഇങ്ങനെ പരാതി പറഞ്ഞൊക്കെ ഇങ്ങനെ ഇരുന്നപ്പോ ഞാനിങ്ങനെ ഈശോയോട് പറഞ്ഞു, ഈശോ എന്നെ സഹായിക്കാൻ ആരെയും ഞാൻ കാണുന്നില്ല. എനിക്കൊന്ന് ഒന്ന് ഫോൺ ചെയ്യാൻ പോലും എനിക്ക് മനസ്സിന് അത്രമാത്രം ഭാരമാവുമ്പോഴേക്കും എനിക്കൊന്ന് ഷെയർ ചെയ്യാൻ പറ്റിയ ഒരാള് ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് കിട്ടുന്നില്ല. കാരണം ഒരു പ്രെയർ ഒക്കെ ചെയ്യുന്ന ഒരാളെ നമുക്ക് ഒരാള് അങ്ങനെ ഉണ്ടാവുന്നത് വളരെ നല്ലത്. പക്ഷെ ഞാൻ അങ്ങനെ വെച്ചിരിക്കുന്ന മനസ്സിലാക്കിയിരിക്കുന്ന ഓരോരുത്തരും ഭയങ്കര ബിസിയാണ്. അവർക്ക് എന്നേക്കാൾ വലിയ ദുരന്തങ്ങളും വേദനകളും. അപ്പൊ ഞാൻ ഓർത്തു ഞാൻ ഇനി അവരുടെ വിഷമം അവരുടെ സമയമൊക്കെ ഞാൻ നശിപ്പിക്കരുത്. അപ്പൊ അങ്ങനെ ഞാൻ പരമാവധി ഞാൻ എന്നിലേക്ക് തന്നെ ഒതുങ്ങി. പക്ഷെ എനിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോ ഞാനിങ്ങനെ ഈശോയോട് പരാതി പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഈ കഴിഞ്ഞ ആഴ്ചയില് ഞാൻ അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ തലേ ദിവസം എനിക്ക് ഭയങ്കര വിഷമമായിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു എന്നെ അവിചാരിതമായിട്ട് ഒരു 9 മണിയായപ്പോ ഒരു ആളെന്നെ വിളിച്ചു. വിളിച്ചു കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറോളം സംസാരിച്ചു. ഒരു പരിചയവുമില്ല. പക്ഷെ ആ വ്യക്തി എന്നോട് ചോദിച്ചു ഉണ്ണീശോയെ ഇഷ്ടമാണോ എന്നാണ് ചോദിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഉണ്ണീശോ എന്ന് പറഞ്ഞാൽ ഈശോന്റെ ആണല്ലോ. അപ്പൊ നമുക്ക് ഈശോ ഇഷ്ടമാണ്. ഞാൻ ഉണ്ണീശോയായിട്ട് ഭയങ്കരമായിട്ട് മിംഗ്ലിംഗ് ഒന്നുമില്ല. പക്ഷെ ഈശോ ആണ്. ഉണ്ണീശോ തന്നെയാണ് ഈശോ നമുക്കറിയാമെങ്കിലും ആ ഒരു പ്രായത്തിന്റെ വ്യത്യാസത്തിൽ നമുക്ക് കുഞ്ഞ് ആയിരിക്കുന്ന ആ ഈശോയോടൊരു കൂട്ടുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. പക്ഷെ എനിക്ക് ഉണ്ടായിട്ടുള്ള സമയങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോ ആ ഒരു അതല്ല ഇപ്പോഴത്തെ മൈൻഡിൽ അങ്ങനെയല്ല. ഇപ്പൊ കുറച്ചുകൂടി വലിയ ഈശോയായിട്ടാണ് കൂട്ട്. അങ്ങനെ ഒരു ഇതില്ല. അപ്പൊ അങ്ങനെ കുറേ വിശേഷങ്ങൾ പറഞ്ഞു ഒരു മണിക്കൂറോളം എന്നോട് സംസാരിച്ചു കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു ഇപ്പൊ എന്നെ വിളിക്കാൻ കാരണം എന്താന്ന് ചോദിച്ചത്. പറഞ്ഞു ഉണ്ണീശോ എന്നോട് വിളിക്കാൻ പറഞ്ഞുകൊണ്ടാണ് വിളിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് സങ്കടവും സന്തോഷവും എല്ലാം കൂടി വന്നിട്ട് അപ്പൊ ഞാൻ ഓർത്തു ദൈവമേ തലേ ദിവസം ഞാനിങ്ങനെ ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്തായിരുന്നു. പക്ഷെ എല്ലാരും വിളിക്കാനില്ലല്ലോ എന്നും പറഞ്ഞ് ഞാനിങ്ങനെ പരാതി പറഞ്ഞിട്ട് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് പിറ്റേ ദിവസം അതേ സമയമായപ്പോ തന്നെ എന്നെ വിളിച്ചത്. അപ്പൊ ഈ വിളിക്കാൻ പറഞ്ഞ ആള് എന്നെ വിളിക്കാനായിട്ട് പുള്ളിക്കാരത്തി ഇങ്ങനെ നോക്കുമ്പോ ഞാൻ എന്തോ വലിയ സംഭവമാണെന്നുള്ളൊരു ധാരണയിൽ ഞാൻ വിളിക്കില്ല, ഭയങ്കരമായ എന്തോ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നുള്ളത് ഒരു ധാരണയിൽ അങ്ങനെ വിളിക്കില്ല എന്ന് പറഞ്ഞ് 2 ദിവസം പുള്ളിക്കാരത്തിനോട് അങ്ങനെ പറഞ്ഞു. പക്ഷെ അവസാനം നിർബന്ധം പറഞ്ഞ് എന്നെ വിളിപ്പിച്ചു. അങ്ങനെ വിളിപ്പിച്ചപ്പോഴേക്കും എനിക്ക് ഭയങ്കരമായ ഒരു റിലീഫായിരുന്നു. അപ്പോ നമ്മള് വളരെ നിസ്സാരയാണെങ്കിലും ദൈവത്തിന്റെ മുമ്പില് നീ എനിക്ക് വിലപ്പെട്ടവനും പ്രിയങ്കരനും അമൂല്യനുമാണ്, ബഹുമാന്യനുമാണ്. അപ്പൊ നമ്മളുടെ ആ ഒരു വിശ്വാസവും നമ്മളുടെ ആ ഒരു സ്നേഹബന്ധവും എത്രത്തോളം പൂർണ്ണതയുണ്ടെന്നുള്ളതല്ല. നമ്മൾ വളരെ കടുകുമണിയോളം ആ ഒരു സ്നേഹമുള്ളെങ്കിലും അതിൽ ദൈവം സംതൃപ്തിയോടുകൂടെ നമ്മളെ പരിപാലിക്കുന്നു എന്നുള്ളത്, നമ്മളെ കൈകാര്യം ചെയ്യുന്നു, നമ്മളെ ശ്രദ്ധിക്കുന്നു, നമ്മുടെ വേദന, നമ്മുടെ മുറിവുകൾ വെച്ചുകെട്ടാനായിട്ട് ഒരുപാട് സ്നേഹത്തോട്. പക്ഷെ ഈശോ നേരിട്ടല്ല പ്രവർത്തിക്കുന്നത്. ഈശോ വേറൊരു വ്യക്തി വഴിയാണ് പ്രവർത്തിക്കുക. അപ്പൊ കൂടുതൽ മഹത്വം ദൈവം നമുക്ക് തരും. നിന്റെ പാദങ്ങള് കല്ലിൽ തട്ടാതിരിക്കുക. അതായത് തെറ്റുകൾ പറ്റാം. നമുക്ക് ഒരു നിരാശ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തെറ്റുകൾ പറ്റാൻ സാധ്യത കൂടുതലാണ് അല്ലെ. നമ്മുടെ മനസ്സ് ബലഹീനമാകുമ്പോ എന്തുണ്ട്, ബലഹീനമായ ചിന്തകളും നമ്മളെ ഭരിക്കും. അപ്പോഴെന്ത് പറ്റും, തെറ്റുകൾ പറ്റാം അല്ലെ. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റുപറ്റാം, നമ്മുടെ പ്രവൃത്തികൾക്ക് തെറ്റുപറ്റാം, നമ്മുടെ ചിന്തകൾക്ക് തെറ്റുപറ്റാം, നമ്മളുടെ തോന്നലുകൾക്ക് തെറ്റുപറ്റാം. അപ്പൊ ഈ നിരാശ വരാൻ സാധ്യതയുള്ള എല്ലാ മേഖലകളിലും നമ്മൾ മുറുക്കെ പിടിച്ചോളണം. മുറുക്കെ പിടിക്കുക എന്ന് പറഞ്ഞാല് ദൈവത്തിന്റെ കരങ്ങളിൽ മുറുകെ പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ പിശാച് നമ്മളെ പിടിവലിയായിട്ട് നമ്മുടെ ആത്മാവിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാനുള്ള ഒരു സമയമാണ് നിരാശപ്പെടുത്തുന്ന അനുഭവങ്ങൾ, അല്ലെങ്കിൽ സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ വ്യക്തികളുമായ ബന്ധങ്ങൾ. അതുകൊണ്ട് നമ്മൾ ഈ ലോകത്ത് വ്യക്തിബന്ധങ്ങളൊക്കെ സൂക്ഷിക്കുന്നത് നല്ലതാണ്. പക്ഷെ ഏറ്റവും നല്ലത് എനിക്ക് തോന്നുന്നത് ഈശോയുമായിട്ടുള്ള ഒരു വ്യക്തിബന്ധത്തില് നമ്മുടെ മനുഷ്യബന്ധങ്ങൾക്ക് തെറ്റുകൾ പറ്റാവുന്ന എല്ലാ ബന്ധങ്ങളെയും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പം നമ്മളിലുള്ള എല്ലാ കുറവുകൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മളെ ദൈവം സഹായിക്കുന്നത്. അപ്പൊ അതുകൊണ്ട്
നമ്മള് പെർഫെക്റ്റ് അല്ല എന്ന് ആദ്യം നമ്മൾ തന്നെ മനസ്സിലാക്കുക. നമ്മളുടെ ഈ ബർദരീത്തയുടെ ഫീസ്റ്റ് ഡേ ആണ്. ഇന്ന് ഞാനൊരു മെസ്സേജ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് വായിച്ചപ്പോ എനിക്ക് ഭയങ്കര ബർണദീത്ത തന്നെ ദൈവം എന്തുകൊണ്ടാണ് തെരഞ്ഞെടുത്തതെന്ന് പറഞ്ഞാല്, ബർണദീത്ത അതിനോട് പിതാവ് ചോദിക്കുന്നുണ്ട്, അന്ന് ഉണ്ടായിരുന്ന പിതാവ് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നിന്നെ മാതാവ് ഇത്രമാത്രം ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞാല്, പിതാവെ അങ്ങേക്കറിയാമല്ലോ ഞാൻ പാപികളിൽ പാപികളും ഏറ്റവും നിസ്സാരയും ഒരു വിവരവും ഇല്ലാത്തവളായതുകൊണ്ടാണ്. ദൈവം എന്നേക്കാൾ വിവരം കുറഞ്ഞ ആരെങ്കിലും അവരെടുത്താനെ, അതുകൊണ്ടാണ് എന്നെ എടുത്തത് എന്നും. അപ്പൊ അത്രമാത്രം ഭരണതീത്ത ആരാന്നറിയാലോ അല്ലെ? ലൂർദില് വലിയൊരു അനുഗ്രഹത്തിന് കാരണമാക്കിയ ഒരു വ്യക്തിയാണ്. ഇന്നും ശരീരം അഴുകാതെ നിൽക്കുന്ന വലിയ ഒരു വിശുദ്ധിയുടെ ജീവിതം പൂർത്തീകരിച്ച ഒരു വ്യക്തിത്വമാണ് ഭരണതീത്ത, വിശുദ്ധ ഭരണതീത്ത. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ലോകം ഇന്ന് ഈ ഭൂമിയിൽ വെച്ച് നമുക്കറിയാം, മറ്റ് രാജ്യങ്ങളിലോ മറ്റ് എന്താണ് മതസ്ഥരിലോ ഒന്നും ഇങ്ങനെ അഴുകാത്ത ശരീരങ്ങൾ ഇല്ല അല്ലെ? ഈശോയുടെ സ്നേഹത്താല് നിറഞ്ഞ ജീവിതങ്ങൾക്ക് മാത്രമേ അത് സാധിച്ചിട്ടുള്ളൂ. അത് ഒരു ഇപ്പൊ ഈ അടുത്ത് തന്നെ കണ്ട ഒരു വ്യക്തിയാണ്, ആരാണ്? നമ്മുടെ കാർലോ അല്ലെ? വാഴ്ത്തപ്പെട്ട കാർലോ. ഇപ്പോഴും അഴുകാത്ത ശരീരം. കാരണം ഈ ഒന്നും ചെയ്യാതെ തന്നെയാണ് ആ വിശുദ്ധ ജീവിതം നയിച്ചതിന്റെ ഒരു അടയാളമായി. നമുക്കൊക്കെ നാണിച്ച് ജീവിക്കേണ്ട ഒരു കാലഘട്ടവും കൂടിയാണ്. കാരണം ഇത്രയും പ്രായം കുറഞ്ഞൊരു വ്യക്തി ദൈവത്തിന്റെ മുമ്പിൽ ഇത്രയും അധ്വാനിച്ചത്, നമ്മളൊക്കെ ഇത്രയും പ്രായമായെങ്കിൽ നമ്മുടെ പകുതി പ്രായമാകുന്നതിന് മുമ്പ് തന്നെ ആൾ അടിച്ചു മാറ്റിയതാണ് സ്വർഗം അല്ലെ? അപ്പൊ അത്രയും നമ്മൾ അധ്വാനിച്ചിരുന്നെങ്കിൽ, നമുക്ക് അത്ര അധ്വാനം നമ്മൾ ചെയ്യുന്നില്ലെങ്കിലും എങ്കിലും ചെയ്യുന്നതിലുള്ള വിശ്വസ്തയും ആത്മാർത്ഥതയും സ്നേഹവും സാധിക്കുന്നത്രയും നിലനിർത്തിയാൽ നമുക്ക് ഈ ഒരു അനുഗ്രഹത്തിന്റെ വാഗ്ദാനത്തിലേക്ക് ദൈവം നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോകും. അതുകൊണ്ട് നമുക്ക് തെറ്റുകൾ പറ്റാം. ഈ ലോകത്ത് തെറ്റ് പറ്റാത്ത ഒരു മനുഷ്യനുമില്ല. അതുകൊണ്ട് തെറ്റുകൾ പറ്റാം, പക്ഷെ പറ്റിയ തെറ്റിനെ ഏറ്റു പറയുമ്പോൾ തന്നെ നമുക്കതിനെ ക്ലിയർ ഔട്ട് ചെയ്യാനും ദൈവകൃപയിൽ നിലനിൽക്കുവാനും സാധിക്കും. മറിയത്തിന് സ്തോത്രഗീതം വായിക്കാം. വായിക്കട്ടെ. വായിച്ചു. വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 55 വരെയുള്ള തിരുവചനങ്ങൾ. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രയേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. ഈ വചനം വായിച്ചപ്പോ എന്റെ മനസ്സിലേക്ക് വന്നൊരു ചിന്ത അതായത് നമ്മള് ദൈവകൃപയിൽ ഒരുപാട് സമ്പന്നത നേടിയിട്ടുണ്ട്. ഇപ്പൊ ഭൗതിക ജീവിതത്തിലും അനുഗ്രഹങ്ങൾ നേടിയിട്ടുണ്ട്. ആത്മീയ ജീവിതത്തിലും നമുക്ക് നമ്മളറിയാത്ത ഒരുപാട് കൃപകൾ സ്വീകരിക്കാൻ ദൈവം അനുവദിച്ചിട്ടുണ്ട്. കൃപകൾ എന്ന് പറഞ്ഞാല് അതായത് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള കൃപകളുണ്ട്. അതായത് വരദാനങ്ങള്, പിന്നെ എന്താണ് പ്രവചനപരങ്ങളായിട്ടുള്ളത്, രോഗശാന്തി വരങ്ങൾ, അങ്ങനെ കുറേ വരങ്ങളുണ്ടല്ലോ. അതെല്ലാം നമ്മളറിയാതെ തന്നെ നമ്മളിൽ കൂടി വന്നിട്ടുണ്ട്. പക്ഷെ ഇത് നമ്മളിൽ കൂടി അനുഭവിച്ചിട്ടുള്ളവരില് നമ്മളുമായിട്ടുള്ള ആ ഒരു ഇപ്പൊ നമ്മൾ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർക്ക് രോഗശാന്തി കിട്ടി. അപ്പോ പിന്നെ അതൊരു അടയാളമായി അല്ലെ? അപ്പൊ നമുക്ക് അത്ഭുതം, അതായത് ഈ അടയാളം, ഈ വരമുണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് മറ്റേ ആൾക്ക് കിട്ടി അല്ലെ?
പ്രയർ ഉം. റിക്വസ്റ്റ് ചെയ്ത ആൾക്ക് ഉണ്ടായി. ആ വ്യക്തി പറയും ദേ ഇന്ന ആളോട് പ്രാർത്ഥിച്ചാൽ മതി, അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ നമുക്ക് ഈ ഒരു അനുഗ്രഹം കിട്ടും. അങ്ങനെ ആ വ്യക്തി 10 പേരോട് പറഞ്ഞു. അങ്ങനെ ഇത് സ്പ്രെഡായി. അപ്പൊ ഇവിടെ ഈ ഈ പ്രാർത്ഥിക്കുന്ന വ്യക്തി എന്തായി മാറി? ഒരു ഏ അനുഗ്രഹമായി മാറി. ആ ഒരു അനുഗ്രഹത്തിന്റെ ഒരു അടയാളമായി മാറി. പക്ഷെ കുറച്ച് സമയം കഴിയുമ്പോൾ ഈ വ്യക്തിയിലുള്ള ഈ വരത്തിന്റെ പോസിറ്റീവ് എനർജി കുറയാൻ സാധ്യത ഉണ്ടാക്കുന്ന പ്രലോഭനങ്ങൾ ഉണ്ടാകും. തീർച്ചയായിട്ടും ഉണ്ടാവും, അല്ലെ? വിശുദ്ധരൊക്കെ വളരെ ഭയത്തോടുകൂടെയാണ് ജീവിച്ചത് ആ മേഖലകളിൽ. അതായത് ബർണദീത്ത ഇതുപോലെ എന്താണ് വലിയ പരിശുദ്ധ അമ്മയുടെ വലിയ സാന്നിധ്യവും ഒരുപാട് രോഗശാന്തിയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോ ഈ വ്യക്തിയുടെ പേര് ഫേമസ് ആയി. ഒന്നുമില്ലാത്തൊരു വ്യക്തി ഫേമസ് ആയി. അവസാനം ഒരു മഠത്തിൽ സ്ഥിരമായിട്ട് പുറത്തോട്ട് ഒരിക്കലും ഇറങ്ങാൻ പറ്റാത്ത വിധത്തില് അവിടെ ഒരു വേലക്കാരിയെ പോലെ താമസിച്ചു. ഒരിക്കൽ പോലും പുറത്തോട്ട് ഇറങ്ങിയിട്ടില്ലെന്ന് പറയണം. കാരണം ലോകം എന്ത് ചെയ്യും? ലോകം സെലിബ്രിറ്റി ആക്കി ഉയർത്തും. അപ്പൊ എന്ത് സംഭവിക്കും? ഒന്നില്ലെങ്കിൽ നഷ്ടപ്പെടും, ഒന്നില്ലെങ്കിൽ രക്ഷപ്പെടും. രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അവനവൻ നല്ല അധ്വാനം വേണം, അല്ല? ഇപ്പൊ ചില കുറെ വിശുദ്ധരുടെ ജീവിതത്തില് ഇങ്ങനെയുണ്ട്. അവര് മരുഭൂമിയിലേക്ക് ഓടി ഒളിച്ചു എന്ന് പറയുന്നുണ്ട്, എന്താ ആളുകളുടെ ശല്യം കാരണം. ഇതെന്ന് വെച്ചാല് ഒരു സമ്പന്നതയാണ്, ദൈവം കൊടുക്കുന്ന സമ്പന്നതയാണ്. പക്ഷെ അത് ജനത്തിന് വിവേകമില്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ദൈവജനത്തിന് അനുഗ്രഹം മാത്രം. അപ്പം ഭക്ഷിച്ച് തൃപ്തരായ ജനങ്ങളെ കണ്ടിട്ട് ഈശോയ്ക്ക് എന്താ തോന്നിയത്? അനുകമ്പ തോന്നി. സന്തോഷം തോന്നിയോ? അനുകമ്പ തോന്നി. അനുകമ്പ തോന്നിയെന്നല്ല, അവരിലുള്ള അവിശ്വാസത്തെ കണ്ടിട്ട് ഈശോയ്ക്ക് വിഷമം തോന്നിയായിരുന്നു. ഞാൻ അപ്പം ഭക്ഷിച്ച് തൃപ്തരായത് കൊണ്ടാണ്, അല്ലാതെ വിശ്വാസം ഉണ്ടായിരുന്നത് കൊണ്ടല്ല. വിശ്വാസ തലത്തിലേക്ക് അവർ വളർന്നിട്ടുണ്ടായിരുന്നില്ല. ഈശോ പറഞ്ഞ വചനങ്ങളെല്ലാം അവർ കേട്ടുവെങ്കിലും അപ്പം കഴിച്ചപ്പോൾ അവരുടെ വയറ് നിറഞ്ഞു, അല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും സംഭവിച്ചില്ല. എല്ലായിരുന്നെങ്കിൽ ഈശോയുടെ കുരിശുമരണത്തിന്റെ സമയത്ത് അവരുടെ ജീവിതത്തിൽ വ്യക്തമായി ഈശോയ്ക്ക് വേണ്ടി നിലപാടുണ്ടാവുമായിരുന്നു. അത് മാത്രമല്ല, ഈശോ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാനും അനുസരിക്കുവാനൊക്കെ അവർ തയ്യാറാകുമായിരുന്നു. പക്ഷെ അവിടെ അതൊന്നും പറയുന്നില്ല. ഈശോ പറയും, നിങ്ങള് എന്റെ പുറകെ വരുന്ന എന്തിനാ? അപ്പം ഭക്ഷിച്ച് തൃപ്തരായത് കൊണ്ടല്ലേ എന്നാണ് ചോദിക്കുന്നത്, അല്ലെ? അപ്പോ ഇതാണ് ഈ നമ്മളിൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 2-3 പേര് എന്നെ വിളിച്ചായിരുന്നു. ഇങ്ങനെ നമ്മുടെ പ്രയർ കാർഡ്, ഭൂലോകത്തിന്റെ വിജയരാജ്ഞിയുടെ പ്രയർ കാർഡിൽ നിന്ന് കിട്ടിയതാണ് നമ്പർ എന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു അപ്പൊ കുറച്ച് ഇന്റൻഷൻ പറഞ്ഞു, ഭയങ്കര സങ്കടപ്പെട്ടൊക്കെ. ഞാൻ പറഞ്ഞു, ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഈ പ്രാർത്ഥന 33 ദിവസം ജപമാല ചൊല്ലി വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചോ, മാതാവ് ഇടപെടുമെന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് അത് പറയുമ്പോഴൊന്നും തൃപ്തിയില്ല. ഞാൻ എന്തോ സ്പെഷ്യൽ ആയിട്ടൊരു മാജിക് കാണിക്കണം എന്നുള്ളൊരു ചിന്ത അവർക്ക് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന്. എനിക്ക് എന്തെങ്കിലും കഴിവുണ്ടോ? എനിക്കെന്ത് കഴിവുണ്ടായിട്ടാണ്? ഞാൻ അവരോട് പറയുന്നത് അവരനുസരിച്ച് അവർക്ക് ദൈവം കൊടുക്കും അതിനുള്ള കൃപ, അല്ലെ? നമ്മള് പ്രാർത്ഥിക്കുന്ന എന്തിനാണ്? ആളുകളിലേക്കല്ല നോക്കുന്നത്, അല്ലെ? ആളുകളിലേക്കോ ആളുകളിലുള്ള ദൈവകൃപകളിലേക്കോ അല്ല, ദൈവത്തിന്റെ ശക്തിയിലേക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെയാണ് നമുക്ക്. അതുകൊണ്ടാണ് ഈ സമ്പന്നരെ വെറും കൈയോടെ, അതായത് ഇപ്പോ എനിക്ക് പരിചയമുള്ള ഒരു സിസ്റ്റർ ഒരുപാട് അധ്വാനിച്ചു. പക്ഷെ എനിക്ക് ഒരു വിഷമം തോന്നിയെന്ന് വെച്ചാൽ, ലോകം മുഴുവൻ നേടിയാലും എന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്താ പ്രയോജനം എന്ന് പറഞ്ഞ പോലെയാണ് ആ സിസ്റ്ററിന്റെ കാര്യം എനിക്ക് മനസ്സിലായത്. എനിക്ക് ഭയങ്കര വിഷമം തോന്നി. കാരണം ഈ ലോകത്തിന്റെ മുമ്പിൽ നമ്മൾ എന്തെല്ലാം ഗിഫ്റ്റുകൾ വാങ്ങിക്കുന്നോ, സ്വർഗത്തിന്റെ മുമ്പിൽ നമുക്ക് ഗിഫ്റ്റുകളെല്ലാം വെട്ടിക്കുറക്കും. അപ്പൊ ഞാൻ എന്റെ തന്നെ കുറെ കാര്യങ്ങൾ ഈശോയോട് ഞാൻ പരാതി പറഞ്ഞിട്ടുണ്ട്. ഈശോ എന്നോട് പറഞ്ഞൊരു കാര്യം, നിനക്ക് ഇവിടെ വെച്ച് വേണോ സ്വർഗത്തിൽ വെച്ച് വേണോ? ഇവിടെ വെച്ച് വേണമെങ്കിൽ ഞാൻ നിനക്ക് ഇവിടെ വെച്ച് തന്നേക്കാം, പക്ഷെ അവിടെ വന്നിട്ടൊന്നും ചോദിക്കാൻ നിൽക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ഇവിടെ വെച്ച് വേണ്ട എന്ന് പറഞ്ഞു. കാരണം എനിക്കറിയാം ഇവിടെ വെച്ച് കിട്ടിയാൽ എത്ര നേരം ഉണ്ട്. നശ്വരമായ അപ്പത്തിന് വേണ്ടിയല്ല, നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുക. അതുകൊണ്ട് എന്താ, ഇന്ന് വരെ ഞാൻ ചെയ്ത കാര്യങ്ങൾക്കൊന്നും ഒരു തരത്തിൽ എനിക്ക് സംതൃപ്തി ഉണ്ടാകാനായിട്ടുള്ളൊരു
ഒരു അനുഭവം പോലും എനിക്കുണ്ടായിട്ടില്ല. ഒരു ചെറിയൊരു അനുഭവം പോലും. എല്ലാത്തിലും തഴയപ്പെട്ടും അവഗണിക്കപ്പെട്ടും വേദന ഉണ്ടാക്കാനും അപമാനം ഉണ്ടാക്കാനും തള്ളിപ്പറയാനും ഒക്കെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ് കൂടുതലും ഉണ്ടായിരുന്നത്. പക്ഷെ എനിക്കറിയാം എന്തുകൊണ്ടാണ് അത് എന്റെ ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കുന്നതെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. കാരണം ഇവിടെ വെച്ച് കിട്ടൂല എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. കിട്ടൂല എന്ന് പറഞ്ഞാൽ പിന്നെ ഞാനത് ആവശ്യപ്പെടുന്നോണ്ട് ഒരു കാര്യമില്ല. അപ്പൊ പക്ഷെ എന്ന് വിചാരിച്ച് എന്റെ അധ്വാനങ്ങള് എന്ത് ചെയ്യണം? അവിടെ വെച്ച് നിർത്താമോ? ഇല്ല ഇല്ല ഇല്ല, കൂടുതൽ അധ്വാനിക്കണം. നിർത്താൻ പാടില്ല. നിർത്തിക്കഴിഞ്ഞാൽ പിന്നെ നേരത്തെ കിടക്കണതെല്ലാം എനിക്ക് വേസ്റ്റ് ആയി പോകും. 99 കാര്യം ചെയ്തിട്ട് ഒരു തിന്മ ചെയ്തു കഴിഞ്ഞാൽ ഈ 99നെയും ബാധിക്കും, അല്ലെ? അപ്പൊ അതെ. അതുകൊണ്ട് നമ്മൾ കൊണ്ട് സാധിക്കുന്നത്രയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ ഈ ലോകത്തിന്റെ ഒരു സമ്മാനവും വേണ്ട, അല്ലെങ്കിൽ എനിക്ക് ആഗ്രഹമില്ല എന്ന് നമ്മൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവീക സമ്പന്നതയെ കുറിച്ച് വ്യക്തമായ ബോധ്യം ഉണ്ടാവാം. നമ്മൾ ചിതറിക്കപ്പെടില്ല. പക്ഷെ ഈ ഭൂമിയിൽ പലർക്കും പലരുടെ വേദന എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്തു കൊടുത്തിട്ട് ഒരു സ്നേഹമില്ല, ഒരു നന്ദിയില്ല എന്ന് ഒരുപാട്, അത് എല്ലാവരുടെ ജീവിതത്തിലുള്ള കാര്യം. ഇപ്പോൾ ആരുടെയും ജീവിതത്തിൽ അങ്ങനെ ഒരു വേദന ഇല്ല എന്ന് പറയാൻ പറ്റില്ലോ. ആർക്കൊക്കെ നല്ല മനസ്സോടുകൂടി സഹായം ചെയ്ത് കൊടുത്തിട്ടുണ്ടോ അവരെല്ലാവരും നമ്മളെ വേദനിപ്പിക്കാനും നിന്ദിക്കാനും അപമാനിക്കാനും അവഗണിക്കാനും തയ്യാറായിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മൾക്ക് നീതിയായി നമുക്ക് വേണ്ട സമ്മാനം സുരക്ഷിതമാക്കി സംരക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഭൂമിയിൽ നിനക്കത് വേണമെങ്കിൽ ഞാൻ തരാം, പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ നീ അതിനെപ്പറ്റി ചോദിച്ച് കണക്ക് പറയാൻ നിൽക്കരുത് എന്നുള്ള കാര്യം കൂടി ഈശോ നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് സമ്പന്നരെ വെറും ഇവിടെ വെച്ച് നമ്മൾ സമ്മാനങ്ങൾ അല്ലെങ്കിൽ നന്ദിയോ സ്നേഹമോ നമ്മൾ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യും? അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ കാര്യം പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചിതറിക്കപ്പെടും. അതുകൊണ്ട് ഇന്നുവരെ കൊടുത്ത അനുഗ്രഹങ്ങൾക്കും സഹായങ്ങൾക്കും കരുതലിനും ഒക്കെ നമ്മൾക്ക് വേദനയുള്ള അനുഭവങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ആമേൻ പറഞ്ഞ് സ്വീകരിക്കുവാൻ പരിശുദ്ധ അമ്മയെ പോലെ നമ്മളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് സ്വർഗീയമായ ദൈവിക അനുഗ്രഹത്തിന്റെ നിക്ഷേപത്തിന്റെ ഭണ്ഡാരത്തില് സ്വാതന്ത്ര്യത്തോടുകൂടെ കൈയിടാനായിട്ടുള്ള ഒരു കൃപ ദൈവം നമുക്ക് കരുതി വെച്ചിട്ടുണ്ട്. ഉപദേശം നൽകിയ വചനഭാഗം ഏഷ്യ 66:13. അമ്മയെ പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. ഇത് ഭയങ്കര, അതായത് അമ്മയെ പോലെ ആശ്വസിപ്പിക്കുന്ന പറഞ്ഞ വചനം എവിടെയാണെന്നറിയാവോ? ഏഷ്യ 66 വചനഭാഗമാണ്. ഏഷ്യ 66. കഴിഞ്ഞ ദിവസം ഹോളി ലാൻഡില് വീണ്ടും ആളുകളെ കൊണ്ടുപോകുന്നു കേട്ടപ്പോഴേക്കും ഞാൻ കർത്താവിന് പറഞ്ഞു, ഞാൻ ഇനി പ്രതീക്ഷിക്കണമൊന്നുമില്ല. ഇതിന് ഞാൻ വെറുതെ തന്നെ പ്രതീക്ഷിച്ച് എനിക്ക് ഇനി വയ്യ നാണം കെടാനായിട്ട്, ഞാനും ചോദിക്കണമില്ല പറയണമില്ല. പക്ഷെ എനിക്കൊരാഗ്രഹം പോകാൻ ആഗ്രഹമുള്ളവര് പോകട്ടെ, അതിനുള്ള കാര്യങ്ങള് എനിക്ക് സഹായിക്കാൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കും എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഗ്രൂപ്പില് മെസ്സേജ് ഇട്ടത്. കാരണം ഞാൻ എനിക്ക് അന്നത്തെ ദിവസം ഞാൻ ഈ ഒരു കാര്യം എനിക്ക് ആ മെസ്സേജ് കിട്ടിയപ്പോ, അതായത് ട്രാവൽസിന്റെ അവരുടെ കയ്യിൽ നിന്നോട് പറഞ്ഞു ഇങ്ങനെ പോകാൻ തുടങ്ങിയിട്ടുണ്ട്, താല്പര്യമുള്ളവരുണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈശോയോട് പറഞ്ഞു, എനിക്ക് പോകാൻ ആഗ്രഹം എപ്പോഴും ഉണ്ട്. കാരണം ഈശോയുടെ ആ മണ്ണില് വീണ്ടും വീണ്ടും ചെല്ലുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ എനിക്ക് ഇനി അങ്ങനെ ഓവറായിട്ട് ഞാൻ ഇനി ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എന്നും എനിക്ക് ബൈബിൾ എടുത്തപ്പോൾ കിട്ടിയൊരു വചനഭാഗമാണ് ഏഷ്യ 66 വചനഭാഗം. അതായത് ഈ വചനം, അതായത് ജെറുസലേമിനെ സ്നേഹിക്കുന്ന നിങ്ങൾ, അതായത് ഇത് ഞാൻ പറഞ്ഞത് 13ാമത്തെ വാക്യമാണ്, പക്ഷെ 10ാമത്തെ വാക്യത്തിന്റെ വചനഭാഗമാണ്. എന്റെ ബൈബിളിലെ ഏറ്റവും ലാസ്റ്റത്തെ ആ ഭാഗത്തിലുള്ള വചനമാണ്. ജെറുസലേമിനെ സ്നേഹിക്കുന്ന നിങ്ങൾ അവളോട് കൂടി ആനന്ദിച്ചുല്ലസിക്കുവിൻ, അവളെ പ്രതിവിലപിക്കുന്ന നിങ്ങൾ അവളോടൊത്ത് സന്തോഷിച്ച് തിമിർക്കുവിൻ, അവളുടെ സാന്ത്വന സൈന്യം പാനം ചെയ്ത് തൃപ്തരാകുവിൻ, അവളുടെ മഹത്വത്തിന്റെ സമൃദ്ധി നുകർന്ന് സംതൃപ്തി അടയുവിൻ. കർത്താവ് അരുൾ ചെയ്യുന്നു, ഐശ്വര്യ നദി പോലെ അവളിലേക്ക് ഞാൻ ഒഴുക്കും, ജനതകളുടെ ധനം കവിഞ്ഞൊഴുകുന്ന അരുവി പോലെയും നിന്നെ അവൾ പാലൂട്ടുകയും എളിയിലെടുത്തുകൊണ്ട് നടക്കുകയും മടിയിലിരുത്തി ലാളിക്കുകയും ചെയ്യും. അമ്മയെ പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും, ജെറുസലേമിൽ വെച്ച് നീ സാന്ത്വനം അനുഭവിക്കും. ഇതാണ്, അതൊരു വാഗ്ദാനമാണ്, വിശ്വസിക്കാനുള്ള ഒരു വാഗ്ദാനം. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി ഞാൻ പ്രതീക്ഷിക്കുന്നൊന്നുമില്ല. ഇനി ചിലപ്പോ ഈ മോശയെ
കാനാൻ ദേശത്ത് കാലുകുത്താനായിട്ട് അനുവദിക്കില്ല എന്ന് പറഞ്ഞില്ലേ? പക്ഷെ യഥാർത്ഥ കാനാനിൽ കാലുകുത്താൻ ദൈവം അനുവദിച്ചു. ചിലപ്പോ ദൈവം അതിമോഹമായിട്ടൊന്നുമല്ല, ദൈവത്തിന് അറിയാലോ നമ്മുടെ ഓരോരുത്തരുടെ ഹൃദയ വിചാരങ്ങളും ആഗ്രഹങ്ങളെല്ലാം. എങ്കിലും എനിക്കിനി പോകാൻ പറ്റുമോ എന്നുള്ളതല്ല, ദൈവമേ ഇനി പോകാൻ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കും. അപ്പോൾ കിട്ടിയ ഒരു വചനഭാഗമാണ്. ഇന്നും ആ വചനഭാഗമാണ്, അമ്മയെ പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. അതായത് അമ്മയുടെ ആശ്വാസം എന്ന് പറഞ്ഞാല് പരിശുദ്ധ അമ്മയുടെ സന്ദേശത്തിൽ പറയുന്നൊരു വചനമുണ്ട്. അമ്മ നിന്നെ സ്നേഹിക്കുക തന്നെ ചെയ്യും. പക്ഷെ നമുക്കറിയാലോ, നമ്മുടെ ആന്തരികമായ വേദന, ആത്മാവിന്റെ രോദനം നമ്മുടെ സ്വന്തം അമ്മമാര് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. കേട്ടിട്ടില്ല. അറിഞ്ഞിട്ടുണ്ടോ? അറിയാനുള്ള ഒരു സാഹചര്യം ദൈവം അവർക്ക് കൊടുക്കാറില്ല പലപ്പോഴും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് അങ്ങനെ തന്നെയാ. കാരണം നമ്മളുടെ യഥാർത്ഥ അമ്മ ആരാണ്? ദൈവം അനുവദിച്ചിട്ടുള്ള ദൈവത്തിന്റെ സ്നേഹത്തിന്റെ മാതൃത്വമാണ് നമ്മളുടെ ആത്മാവിന്റെ എല്ലാ വേദനകളെയും ആശ്വസിപ്പിക്കുവാനായിട്ട് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന അമ്മ, അല്ലെ? അതായത് ഒരു അമ്മയെ പോലെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു പറഞ്ഞാൽ എന്താ? ഈ ദൈവത്തിന്റെ സ്നേഹം, അപ്പനും അമ്മയുടെ സ്നേഹം ഒരുപോലെ നമുക്ക് തരാൻ ദൈവം തയ്യാറാണ്, അല്ലെ? ദൈവത്തിന്റെ സ്നേഹമാണ് ഒരു പിതൃസ്നേഹവും മാതൃസ്നേഹവും ഒരുപോലെ നമുക്ക് വെച്ച് വിളമ്പി തരാനായിട്ട് ദൈവം എപ്പോഴും ആഗ്രഹിക്കുകയാണ്. അപ്പോ അമ്മയെ പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുന്നൊരു മാതൃസ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകമായ വാത്സല്യമാണ്. അത് ഇന്നത്തെ കാലത്ത് നമുക്ക് വാർത്തകളിൽ കൂടി കേൾക്കുന്നതും നമ്മൾ കാണുന്നതും ഒക്കെ വെച്ച് നോക്കുമ്പോഴേക്കും ഈ വചനവുമായിട്ട് ഒരിക്കലും നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. പക്ഷെ യഥാർത്ഥ റിയൽ സ്നേഹം എന്ന് പറഞ്ഞാൽ അമ്മമാരുടെ സ്നേഹം ഭയങ്കര വലുത്. അത് അങ്ങനെ ഒരു മാതൃസ്നേഹത്തിന്റെ ഒരു ഉടമസ്ഥതയുടെ മക്കൾക്ക്, അത് അമ്മമാർ ചില ഒരു പാട്ട്, ഒരു നാടൻ പാട്ടാണ്. ആ പാട്ട് ഇങ്ങനെ പാടിയപ്പോഴേക്കും അതൊരു എന്താണ്, അത് വാക്കുകളൊക്കെ ഭയങ്കര ഒരു പ്രത്യേക സൈസ് വാക്ക്, പാട്ട് മറന്നുപോയി. പക്ഷെ ആ പാട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ആ വ്യക്തി പറയാണ്, ഞാനിത് എന്റെ അമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത പാട്ടാണെന്ന് പറഞ്ഞു. പക്ഷെ ആ പാട്ട് അന്ന് വരെ കേട്ടത് കാമുകിമാർക്ക് വേണ്ടി പാടുന്നതും അങ്ങനെ, അതായത് സ്നേഹം എന്ന് പറഞ്ഞാൽ കാമുകിമാരോട് ഭയങ്കര സ്നേഹമായിരിക്കും കാമുകന്മാർക്ക്. അപ്പൊ അങ്ങനെ പാടുന്ന പാട്ടായിട്ടാണ് എല്ലാവരും കണ്ടിരുന്നത്. പക്ഷെ ഇതിന്റെ ലിറിക്സ് എഴുതിയിരിക്കുന്ന ആ വ്യക്തി പറഞ്ഞാണ്, ഈ പാട്ട് ഞാൻ എന്റെ അമ്മയ്ക്ക് വേണ്ടി ഡെഡിക്കേഷൻ ചെയ്ത പാട്ടാണ്. അങ്ങനെയാണ് ഈ പാട്ട് നിർമ്മിച്ചത്. ഒരു പാട്ട് ഞാൻ മറന്നു കേട്ടോ സത്യത്തില്. പക്ഷെ അതിന്റെ ആ മ്യൂസിക്കും ലിറിക്സും നല്ലൊരു രസമാണ് കേൾക്കാനായിട്ട്. അപ്പൊ ഈ കൂടെ നിൽക്കുന്ന ആളുകളെ കരച്ചിലായി. കുറെ പാട്ടിന്റെ ഒരു നല്ലൊരു ഭാഗം കഴിഞ്ഞപ്പോഴും കരച്ചിലായി. ഒരു പയ്യനാണെങ്കിൽ ഭയങ്കര കരച്ചില്. അപ്പോ അമ്മമാർക്ക് വേണ്ടിയാണ് ഈ പാട്ടെന്ന് പറഞ്ഞപ്പോഴേക്കും ഈ അവനവന്റെ അമ്മമാരെ എല്ലാവരും ഓർക്കാൻ തുടങ്ങി. എല്ലാവരും ഇരുന്ന് കരച്ചിലായി. പിന്നെ അവസാനം ഭയങ്കര കരച്ചില്. ഞാനും അത് കേട്ട് കഴിഞ്ഞപ്പോ ഞാനും കരഞ്ഞു. ഇത് പാട്ട് കേട്ടിട്ടാണോ എന്നുള്ളതല്ല, ഇവരുടെയൊക്കെ കണ്ണുനീര് കണ്ടിട്ട് ഞാൻ ഇത്രയും ഭയങ്കര സ്നേഹമുണ്ടല്ലേ അമ്മമാരോട് മക്കൾക്ക്. അതായത് ഒരു പയ്യൻ പറയണേ, എന്റെ അമ്മ സുഖമില്ലാത്തതാണ്, പക്ഷേ എന്റെ അമ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ്. അപ്പൊ ഈ പാട്ട് അമ്മമാർക്ക് വേണ്ടിയാന്ന് പറഞ്ഞപ്പോഴേക്കും ഞാനത് ഓർത്ത്, എന്റെ അമ്മയെ ഓർത്ത് ഞാൻ വേദനിച്ച് ഞാൻ പെട്ടെന്ന് കരയാവും. ഭയങ്കര കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല, പറയുമ്പോഴും കരച്ചില്ല. അതുപോലെ തന്നെ അതിന്റെ പ്രോഗ്രാം ചെയ്യുന്ന ആങ്കറിന്റെ അമ്മയുടെ ലൈഫും ഇതുപോലത്തെ ഒരു അവസ്ഥയില് കുറെ വർഷങ്ങള് കാണാതെ നിൽക്കേണ്ടിയിരിക്കുന്നു. അത് അങ്ങനെ ഒരു വേദനയുള്ള ഒരു കുറച്ചു കാലങ്ങൾ പറഞ്ഞു. അപ്പൊ അതും ഇരുന്ന് കരച്ചു. അങ്ങനെ ഓരോരുത്തരും കണ്ണുനീര് വാർക്കാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു, മാതൃസ്നേഹം എന്ന് പറഞ്ഞാൽ എന്തോരം ഭയങ്കര സ്നേഹമാണ്. എന്തോരു ഞാനൊന്നും അങ്ങനെ അനുഭവിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അത്ര ആഴമൊന്നും അറിയില്ല. ഈശോയെ സ്നേഹിച്ചപ്പോഴാണ് എല്ലാ സ്നേഹവും കൂടി ഒരുമിച്ച് അനുഭവിക്കാനായിട്ട് ഇടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോ ഓർക്കുകയാണ്, ഈ അമ്മമാർക്കുള്ള ആ സ്നേഹം എല്ലാവർക്കും, എല്ലാ അമ്മമാരും ഒരുപോലെയൊന്നുമല്ല. പക്ഷെ ചില അമ്മമാർക്ക് മക്കളോടുള്ള ജീവൻ പ്രാണതുല്യം സ്നേഹിക്കുന്ന ഒരു അമ്മമാരുണ്ട്.
പ്രാണന് തുല്യം എന്ന് പറഞ്ഞാൽ സ്വന്തം ജീവനേക്കാൾ അധികമായി സ്നേഹിക്കുന്ന ആ ഒരു സ്നേഹം, ആ സ്നേഹത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞാല് അതൊരു ലക്കാണ്. അപ്പൊ ആ അമ്മയെ പോലെ ഞാൻ നിന്നെ സ്നേഹിക്കും, ഓടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ എന്ന് ഈശോ ചോദിക്കുന്നത് അങ്ങനെ ഒരു സ്നേഹം അമ്മമാരുടെ ഹൃദയങ്ങളിൽ ഉള്ളത് കൊണ്ടാണ്. ഇപ്പൊ നമുക്ക് മക്കളുള്ളതാണ്, മക്കള് ഒരു പ്രത്യേകമായ വേദനയിൽ നമ്മളും വേദനിച്ച് ചിലപ്പോ അവരുടെ മുമ്പിൽ കാണിക്കില്ലായിരിക്കും. പക്ഷെ നമ്മുടെ വേദന കഴിഞ്ഞ ദിവസം എന്റെ മോന് ഷിപ്പ്യാർഡിൽ വെച്ച് ജോലിയുടെ സമയത്ത് ഒരു ചെറിയൊരു അപകടം സംഭവിച്ചു, ഷോക്ക് വന്നു. പക്ഷെ അന്ന് എനിക്ക് മുഴുവൻ അന്നത്തെ ദിവസം മുഴുവൻ എനിക്കൊരു ഉള്ളില് ഭയങ്കര വേദനയായിരുന്നു. അന്ന് മുഴുവൻ എനിക്കൊരു വേദന. ഞാനപ്പോ അവനെ കുറച്ചും കൂടി കെയർ ചെയ്യണം, അല്ലെങ്കിൽ അവന് ഇപ്പോഴൊക്കെ നല്ല ആരോഗ്യത്തോടു കൂടി പണിയെടുക്കേണ്ട ആളാണ് എന്നൊക്കെ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ഭയങ്കര വിഷമം. അങ്ങനെ ഒരു എന്തോ ഒരു പകല് മുഴുവൻ എനിക്കൊരു വിഷമമായിരുന്നു. പ്രയർ ടൈമിലൊക്കെ ആണെങ്കിൽ ഉള്ളില് ഭയങ്കര വിഷമം. ഞാൻ മനസ്സിനുള്ളിൽ അവനെ അങ്ങനെ കുറെയൊക്കെ ഞാൻ വഴക്ക് പറയാറുണ്ട്, കുറെയൊക്കെ ഞാൻ എന്താണ് ചെയ്യേണ്ട കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ കുറച്ച് പിശുക്ക് കാണിക്കാറുണ്ട്. കാരണം അവൻ ഇത്തിരി ഉഴപ്പ് കാണിക്കുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷേ എന്റെ മനസ്സിൽ ഭയങ്കര വിഷമം, വേദനയായിരുന്നു. അപ്പൊ അന്ന് പിറ്റേ ദിവസം എന്നോട് ഇവിടെ ഞങ്ങൾ വർത്തമാനം പറഞ്ഞപ്പോഴേക്കും ആണ് പറയണത്, ഇന്നലെ ഞാൻ ചാവുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് തമാശ പറഞ്ഞ് വെറുതെ അങ്ങനെ അവന്റെ ഒരു കാഷ്വലായിട്ട് തമാശ രൂപത്തിൽ അങ്ങനെ പറഞ്ഞപ്പോഴേക്കും കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോഴേക്കും എനിക്കും ഉള്ളിൽ നിന്ന് ഭയങ്കര വിഷമം തോന്നി. കാരണം ഈ നമുക്കറിയില്ല അവരെവിടെ പോയി എന്തെല്ലാം ജോലി ചെയ്താലും ഏതെല്ലാം അപകടങ്ങളിൽ പെട്ടാലും നമ്മുടെ ഉള്ളില് ഈ പൊക്കിൽ കൊടി ബന്ധം എന്ന് പറഞ്ഞാല് ദൈവം ഇങ്ങനെ മരണം വരെ നിലനിർത്തുന്ന ഒരു ബന്ധമാണ്. മക്കൾക്ക് സ്നേഹം ഉണ്ടെങ്കിലും മക്കളോട് സ്നേഹം ഇല്ലാന്നുണ്ടെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ ആത്മാവില് ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ഒരു മാതൃസ്നേഹം. ഞാനിങ്ങനെ ഓർത്തു, ദൈവമേ, പകലും മുഴുവൻ ഞാൻ വിഷമിച്ചിരുന്നത് വെറുതെ അല്ല. അവനൊരു അപകടത്തിൽ കൂടി പോകുന്ന സമയങ്ങളായിരുന്നു. അതുകൊണ്ടാണ് അവന് അപ്പൊ ഒരു 4 സെക്കൻഡോളം അവൻ ഷോക്ക് അടിച്ച് അങ്ങനെ നിന്നു. അപ്പൊ കൂടെ ഉണ്ടായ ആളും പേടിച്ചു പോയി പെട്ടെന്ന്. അങ്ങനെ വേണമെങ്കിൽ വലിയ അപകടത്തില് പോകാമായിരുന്നു. പക്ഷെ ദൈവം മതിയെന്ന് കൈപിടിച്ച് കൊണ്ടുപോയി. അപ്പൊ ഞാൻ പറഞ്ഞു, എല്ലാ ദിവസവും അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ബൈബിള് വചനപ്പെട്ടിന്ന് വചനം എടുത്തിട്ടൊക്കെയാണ് പോണത്. അപ്പൊ അത് ഞാൻ എനിക്ക് നല്ല ഉറപ്പുണ്ട് അവന്റെ ആത്മാവ് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതെ, അതായത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ അവൻ അത് എടുക്കും. കാരണം അത്രയും വലിയ വിശ്വാസത്തിലോട്ടൊന്നും അല്ല അവൻ ജീവിക്കുന്നെങ്കിലും ആ ഒരു പ്രൊട്ടക്ഷൻ ദൈവത്തിന്റെ, അതായത് എനിക്ക് അവനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല, അവിടെ എല്ലാം ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ അവനിൽ ദൈവം അവനത് എടുക്കണം, വായിക്കണം, ചിന്തിക്കണം. ചിലപ്പോ എന്നോട് വഴക്കിട്ട് പോണ ദിവസം പറയാം, മാതാവിനെ അനുസരിക്കണം. അതായത് ഒരു വചനം പറയാറുണ്ടല്ലോ, അമ്മയെ മാതാവിന്റെ ഉപദേശം നിരസിക്കരുത്. പലപ്പോഴും എന്നോട് വഴക്കിട്ട് പോണ ദിവസങ്ങളിൽ കിട്ടുന്ന വചനം ഇതായിരിക്കും. അപ്പോ അവൻ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ അതിന്റെ റെസ്പോൺസ് ചെയ്ത് എനിക്കിന്ന് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടൊക്കെ തമാശ രൂപത്തിൽ പോകാറുണ്ട്. അപ്പോ എന്താണെങ്കിലും ഒരു ദൈവത്തിന്റെ വചനത്തിന്റെ ആ ഒരു എന്താണ് നയിക്കപ്പെടുന്നത്, അതായത് നമ്മള് വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും നമ്മൾ എടുക്കുന്ന വചനം നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. ഇതാണ് ദൈവത്തിന്റെ വാഗ്ദാനമാണ് ഇതെല്ലാം. ദൈവത്തെ ആശ്രയിക്കുന്നവരെ ദൈവം തന്റെ സ്നേഹത്താൽ വലയം ചെയ്യും. നമ്മള് ദൈവമേ എന്ന് ചിന്തിക്കുമ്പോ, ദൈവമേ എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടെ ആത്മാവും ഹൃദയവും ആയിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ദൈവ വിചാരം ഉണ്ടാവുന്നത്. അല്ലാതെ നമുക്ക് വെറുതെ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു പല പല കാര്യങ്ങളിൽ കൂടി നമ്മൾ ഒരു ദിവസത്തെ ജീവിതം കടന്നു പോവുക. പക്ഷെ ദൈവമേ ഏതെല്ലാം നിമിഷങ്ങളിൽ നമ്മുടെ ഓരോ പ്രഭാതത്തിലും നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രദോഷം വരെ ആ ദൈവമേ എന്നുള്ള ആ വാക്ക് ഈശോയുടെ മുമ്പിൽ, അല്ലെങ്കിൽ ഈശോയുടെ ഹൃദയത്തിൽ നമ്മളുടെ ചിന്ത ഇങ്ങനെ പ്രകമ്പനം കൊള്ളും. അതുകൊണ്ട് നമ്മള് വളരെ കുറച്ച് റെസ്പോൺസ് ചെയ്യുന്നുള്ളൂ എങ്കിലും ഫുൾ ടൈം റെസ്പോൺസ് ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മൾ ജീവനോടുകൂടെ ആയിരിക്കുന്നത്. നമ്മൾ വളരെ കാഷ്വലായിട്ടാണ് ഈശോയെ സമീപിക്കുന്നെങ്കിലും ഈശോ നമ്മളെ ഏറ്റവും ആത്മാർത്ഥമായിട്ടാണ് കരുതുന്നത്. അത് നമ്മൾക്ക് ഇവിടെ ഈ ഭൂമിയിൽ വെച്ചൊന്നും
വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു ദുരന്തം. അതുകൊണ്ടാണ് എപ്പോഴും ഈ വചനമായിട്ട് ബന്ധം, അതായത് എന്ത് കാര്യം പറഞ്ഞാലും എന്നോട് ആരെന്ത് പ്രയർ റിക്വസ്റ്റ് പറഞ്ഞാലും ഞാൻ ഈശോയോട് ചോദിച്ചിട്ട് ഒരു പ്രയർ ഒന്നും ഞാൻ പറഞ്ഞു കൊടുക്കാറില്ല. വചനമാണ് അവർക്ക് കൊടുക്കുന്നത്. കാരണം എന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവും ഈശോയുടെ തിരുരക്തവും പിന്നെ മാതാവിന്റെ സംരക്ഷണവും ഒക്കെയാണ്. പക്ഷെ അതിനെ എല്ലാം കോട്ട് ചെയ്തിരിക്കുന്നത് വചനത്തിലാണ്. ഈ വചനം നമ്മളെ ആശ്വസിപ്പിക്കും. വചനം നമ്മളെ കൈപിടിച്ച് നടത്തും. ഓരോ ദിവസവും നമ്മൾ രാവിലെ ഒരു വചനം നമ്മൾ എടുത്ത് അങ്ങനെ ഒരു ശീലം ഉണ്ടെങ്കിൽ നമ്മുടെ ആത്മാവ് വചനത്തിന്മേൽ കടിച്ചു തൂക്കി ഇടാനായിട്ട്, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാനായിട്ട് ഒരു ആശ്വാസമായും സമാധാനമായും പ്രൊട്ടക്ഷനായും ഒക്കെ നമ്മളെ അന്നത്തെ ദിവസം ആ വചനം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, നമ്മൾ മറന്നുപോയാലും നമ്മൾ ആ വചനം എടുത്തു എന്നുള്ള, അല്ലെങ്കിൽ എന്നെ റെസ്പോണ്ട് ചെയ്തു, എന്നെ വിളിച്ചു, എന്നെ കേൾക്കാൻ വന്നു, എന്നോടുള്ള ആ സ്നേഹത്താല് എന്നെ അന്വേഷിച്ചു വന്നു എന്നുള്ള ഒരു ചിന്തയോടുകൂടെ ദൈവം നമ്മളെ ആ വചനത്തിന്റെ അനുഗ്രഹത്തെ, വചനം മുഴുവനും നമ്മളെ സഹായിക്കും. അതായത് വചനത്തിന്റെ എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷനാണ്. വചനത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഇരുതല വാളിനേക്കാൾ ശക്തിയുള്ളതാണ്. അപ്പൊ നമ്മൾക്ക് എതിർക്കാൻ വേണ്ടി വരുന്ന എല്ലാ ദുഷ്ടശക്തികളെയും ഈ ഇരുതല വാള് എവിടെ വന്ന് മുട്ടിയാലും മുറിയും. ഇരുതല വാളാണ്. അവൻ ഈ വാള് കൊണ്ട് നമ്മളെ ശത്രുക്കളെ അരിഞ്ഞു വീഴ്ത്തുവാനായിട്ട് ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വചനത്തെ വിശ്വസിച്ചുകൊണ്ട് ഏറ്റെടുക്കണം. ഈ വചനത്തെ നമ്മൾ ഹൃദയത്തിൽ സ്വീകരിക്കുവാനായിട്ട് നമ്മളത് വചനവുമായിട്ടൊരു സ്നേഹബന്ധത്തിൽ നമ്മുടെ ആത്മാവ് എപ്പോഴും ആണെങ്കിൽ നമുക്ക് ഒരിക്കലും അപകടങ്ങൾ വരാം, നഷ്ടങ്ങൾ വരാം. പക്ഷെ നമുക്ക് ആത്മാവിന്റെ മേലുള്ള പിശാചിന്റെ ഈ മൽപ്പിടുത്തത്തിന് വചനമാകുന്ന വാള് നമുക്ക് വിശ്വാസമുള്ളത് കൊണ്ട് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്തോളും. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, എന്ത് ചെയ്യുന്ന പറഞ്ഞിരുന്നത്? ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. അപ്പോ ഇത് നമ്മളിലുള്ള ആ ദൈവമാണ്. നമ്മുടെ ഉള്ളില് നമ്മൾ ലോകം മുഴുവൻ അന്വേഷിച്ച് നടക്കണ്ട ദൈവത്തെ ഒരിക്കലും നമ്മൾ ലോകം മുഴുവൻ അന്വേഷിച്ച് നടക്കണ്ട. നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. നമ്മുടെ ഉള്ളിലേക്ക് മാത്രം തിരിഞ്ഞു നോക്കി. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തെങ്കിലും മോശം വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോ ഇപ്പൊ ദൈവത്തിന് വേദനിച്ചിട്ടുണ്ട്, നല്ലത് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ ഈശോ സന്തോഷിച്ചിട്ടുണ്ട്, നന്മ ചെയ്യാനുള്ള ഒരു ചിന്ത വന്നു, ദൈവമേ ഈശോ ഇപ്പൊ ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം ചിലപ്പോ ഈ കാര്യം ചെയ്യാനായിട്ട്. പലപ്പോഴും ഈശോ പറഞ്ഞത് അനുസരിച്ച് കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സംതൃപ്തി ഉണ്ടാകും. കാരണം ഈശോ പറഞ്ഞത് എനിക്ക് അനുസരിക്കാൻ സാധിച്ചല്ലോ എന്ന്. അപ്പോ ഫുൾ ടൈം നമ്മളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഈശോയുടെ മുമ്പിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് പരമസത്യമാണ്. അത് നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. മരിച്ചു കഴിഞ്ഞിട്ടാണ് അത് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായ നഷ്ടവും വേദനയും ഉണ്ടാവും. അതുകൊണ്ടാണ് ശുദ്ധീകരണാത്മാക്കൾ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത്. ഈശോയുടെ ആ സാന്നിധ്യം നഷ്ടപ്പെട്ട ഒരിടമാണ് ശുദ്ധീകരണമായ പ്യൂരിഫിക്കേഷൻ പ്ലേസ്, ആ ശുദ്ധീകരണ സ്ഥലം, പർഗട്ടറി പ്ലേസ്. അപ്പൊ അവിടെ ദൈവിക സാന്നിധ്യം ഇല്ല, അവർ ഒറ്റക്ക് അനുഭവിക്കണം. പക്ഷെ ഇവിടെ ഭൂമിയിൽ അങ്ങനെയല്ല. ഭൂമിയിൽ ഫുൾ ടൈം നമ്മുടെ കൂടെ ദൈവമുണ്ട്, അല്ലേ? നമ്മൾ വിശ്വസിച്ചാൽ നമുക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ഭൂമിയിൽ ശുദ്ധീകരണ സ്ഥലത്ത് അവിടെ ആയിക്കഴിഞ്ഞാൽ അവിടെ സമയം കഴിയുന്നത് വരെ അവര് ഒറ്റക്കാണ്. ഈ ഭൂമിയിൽ നിന്നും വരുന്ന ഏതെങ്കിലും മനുഷ്യരുടെ വിശുദ്ധമായ ഹൃദയത്തോടുകൂടെ ആത്മാർത്ഥതയോടെ സ്നേഹത്തോടെ ലഭിക്കുന്ന പ്രാർത്ഥനകൾ മാത്രമേ, അതും ഉടനെ അങ്ങോട്ട് കിട്ടുന്നല്ല, കൃത്യമായ പ്യൂരിഫിക്കേഷൻ ചെയ്തതിന് ശേഷമേ അവർക്ക് കിട്ടുള്ളൂ. നമ്മളിപ്പോ സെന്റ് ത്രൂത്ത് പ്രയറിന്റെ എണ്ണം കൂട്ടിച്ചെല്ലുന്നതുകൊണ്ട് എത്രത്തോളം നമ്മൾ എണ്ണം കൂട്ടിച്ചെല്ലുക എന്നുള്ളതല്ല, വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഈശോയുടെ തിരുരക്തത്തോടുള്ള പ്രാർത്ഥനയാണത്. അത് നമ്മൾ ചൊല്ലുമ്പോൾ നമ്മൾ അവരുടെ രക്ഷപ്പെടണം എന്നുള്ള ഒരു ആഗ്രഹത്തോട് ചെല്ലുമ്പോൾ കൃത്യമായിട്ട് അവർക്ക് ഉപകാരപ്പെടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണം തീർക്കാനോ അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ രക്ഷപ്പെടും, നേരത്തെ 10 ചൊല്ലിയേക്കാം, അങ്ങനെയല്ല. അതിന്റെ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി ചെല്ലുമ്പോഴാണ് അത് ഉപകാരപ്പെടുന്നത്. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. എല്ലാ ജപമാലയാണെങ്കിലും കർണക്കൊന്താണെങ്കിലും അതിന്റെ വചനം വായിക്കുമ്പോഴാണെങ്കിലും പരിശുദ്ധ കുർബാനയിലാണെങ്കിലും എല്ലാ കാര്യത്തിലും അതിന്റെ അടിസ്ഥാനം നമ്മുടെ വിശ്വാസ മേഖലയിലുള്ള ഭയവും ഭക്തിയോടും കൂടെ ചെയ്യുന്ന പ്രാർത്ഥനകൾക്കാണ്
അല്ലാന്നുണ്ടെങ്കിൽ എന്താ ഭയഭക്തിയോടുകൂടി ചെയ്യുന്ന ഓരോ ഭക്താഭ്യാസങ്ങളെയും പിശാച് ഭയക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ജപമാലയെ പിശാച് ഭയവും ഭക്തിയോടും കൂടി ഉപയോഗിക്കുമ്പോൾ പിശാചിന് അവിടെ യാതൊരു ബലപ്രയോഗമോ അല്ലെങ്കിൽ അവന്റെ പദ്ധതികളൊന്നും നടക്കില്ല. ആ ഒരു വിശ്വാസത്തോടുകൂടെ പരിശുദ്ധ ദൈവം നമ്മളെ ആശ്വസിപ്പിക്കും എന്ന് പറയുമ്പോൾ പിശാച് നമ്മളെ തൊടാൻ പറ്റില്ല എന്നുള്ളതും കൂടി ഉണ്ട്. അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. ദൈവം നമ്മളെ ആശ്വസിപ്പിക്കാൻ വരുന്നുണ്ടെങ്കിൽ പിശാചിന് നമ്മുടെ ജീവിതത്തിൽ യാതൊരു അധികാരവും ഇല്ലാതെ എന്നെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ദൈവം എന്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസ വാഗ്ദാനമാണ് ഈ യെശയ്യാ 66:13 വചനം. അത് ഈ ഭൂമിയിൽ നിന്ന് ഒരു മനുഷ്യനിൽ നിന്നും കിട്ടാത്തൊരു കാര്യമാണ്. ഒരു മനുഷ്യന് നമുക്ക് എത്ര ആശ്വാസം തന്നാലും അത് ഒരിക്കൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോ ഉണ്ണീശോ എന്നെ വിളിക്കാൻ പറഞ്ഞത് കൊണ്ടാണ് എനിക്കത് അന്ന് ഭയങ്കരമായ ഒരു പീസ്ഫുൾ ആയിരുന്ന ഒരു ദിവസമായിരുന്നു. കാരണം ഉണ്ണീശോ സ്വർഗത്തിലിരിക്കുന്ന ഉണ്ണീശോ ഭൂമിയിലുള്ള ഒരു മനുഷ്യനോട് പറയാണ് കോഫിനെ വിളിക്കുന്നു. അപ്പോ അവർക്ക് വിളിക്കാൻ ഭയമായിരുന്നു. പക്ഷെ കുറച്ച് ദിവസം 2 ദിവസം കഴിഞ്ഞ പിന്നെയാണ് എന്നെ വിളിച്ചത്. വിളിച്ചപ്പോഴേക്കും കുറേ സംസാരിച്ചു, കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഷെയർ ചെയ്തപ്പോഴേക്കും ഭയങ്കരമായ ഒരു സമാധാനം. അപ്പൊ എന്താണ്, മനുഷ്യരെ കൂടി തന്നെ ദൈവം ഇടപെടും. പക്ഷെ ആ ഒരു റിയൽ ആയിട്ടുള്ള ഒരു സ്നേഹം നമുക്ക് നമ്മൾ മനസ്സിലാക്കണം. ദൈവം, സ്വർഗത്തിലിരിക്കുന്ന ദൈവം മനുഷ്യരിൽ കൂടി എന്നെ ആശ്വസിപ്പിക്കാൻ വന്നു എന്നുള്ളത് ആ വ്യക്തിയെയല്ല നോക്കേണ്ടത്, സ്വർഗത്തിലേക്ക് നോക്കി സർവശക്തനായ ദൈവം എന്നെ കണ്ടു കേട്ടു മനസ്സിലാക്കി എന്റെ വേദനയ്ക്ക് ഉത്തരം തരാൻ ഒരു സാധാരണ ഒരു വ്യക്തിയെ ഉപയോഗിച്ചു എന്നുള്ള ഒരു തിരിച്ചറിവാണ് നമുക്ക് ഭയങ്കരമായ ഒരു ദൈവിക ആശ്വാസത്തിന്റെ ഒരു അനുഭവത്തിലേക്ക് തിരിച്ചറിയുവാനും. നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം വളരെ സുന്ദരമാണ്. പക്ഷെ അത് ബോധ്യത്തോടുകൂടെ മനസ്സിലാക്കുവാനുള്ള ഒരു കൃപ ഈ ലോകം ഒരിക്കലും നമുക്ക് തരില്ല. അതുകൊണ്ട് ഞെരുക്കങ്ങളുടെ ഇടയിൽ ഒരിക്കലും നമുക്കത് ബോധ്യമാകാനും സാധിക്കില്ല. അതുകൊണ്ട് ഈശോയുടെ കരുണയിൽ ആശ്രയിച്ച് അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ ഞങ്ങൾക്കായി സ്രോതസ്സായി ഒഴുകിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു.